ഒരു സംഘപരിവാർ ഇൻ്റലക്ച്വൽ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയത് RSSലെ ജിഹാദി സ്വാധീനമാണ് TG മോഹൻദാസിനെ തള്ളി പറഞ്ഞതിന് വേണ്ടി. അപ്പോൾ ഇത് ഈ ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് ഇവർ, അപ്പോൾ എന്തുകൊണ്ട് ആ വൈരുദ്ധ്യം ഉണ്ടായെന്നുള്ള അതാണ് എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. BJP RSS തള്ളി പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞു. പക്ഷേ സംഘപ്രവർത്തകർ വന്നിട്ട് അദ്ദേഹത്തിന് അഭിവാദം നൽകുന്നു. BJPയുടെ ഒഫീഷ്യൽ റെസ്പോൺസ് ചെയ്യാൻ നോക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് BJPയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവധി ദിവസം നോക്കി TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തികച്ചും വിവേചനപരവും അപലപനീയവുമാണെന്ന് വെച്ചാൽ അവധി ദിവസം കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് BJPയുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. TG മോഹൻദാസ് നടത്തിയ ചില പരാമർശങ്ങൾ സ്വാഗതാർഹമല്ല. എന്നാൽ പ്രധാനമന്ത്രി വേറെ വിഷയം. അപ്പം TG മോഹൻദാസിനെ ഡിസോൺ ചെയ്യാണ്. പക്ഷേ അവധി ദിവസം കസ്റ്റഡി എടുക്കാൻ പാടില്ല. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ബൈറ്റുണ്ട്, സ്റ്റേറ്റ് പ്രസിഡൻറ്റിൻ്റെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ. അദ്ദേഹം പറയുന്നു TG മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് ഒരു നിലക്കും യോജിപ്പില്ല, ഞങ്ങളതിനെ ഡിസോൺ ചെയ്യുകയാണ്, തള്ളിപ്പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നിരന്തരം വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെറുപ്പ് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ഇപ്പോൾ ഭരണഘടനയെ കളിയാക്കുക അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഭരണഘടനയെ കളിയാക്കുക, മോക്ക് ചെയ്യുക, അക്ഷരാർത്ഥത്തിൽ മോക്ക് ചെയ്യുക. ഭരണഘടന, പൗരസ്വാതന്ത്ര്യം, അഭയാർത്ഥികളുടെ അവകാശങ്ങൾ, ന്യൂനപക്ഷാവകാശങ്ങൾ, ഇത്തരം സംഗതികളൊക്കെ പരിഹസിക്കുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കലാപരിപാടിയാണ്. അങ്ങേയറ്റം വഷളായ മോശമായ പദാവലികൾ പിക്ക് ചെയ്തെടുത്തിട്ട് ഇത്തരം സംഗതികളെ ഭരണഘടന തകരുന്നു, തകർന്നു വീണ് ഞാനിപ്പോൾ അടിച്ചു പോകുമല്ലോ, ഈ മട്ടിലൊക്കെ പരിഹസിക്കുക. ഇതാണ് സ്ഥിരം പരിപാടി. ഭരണഘടന, ഇത്തരം ആധുനികമായ മൂല്യങ്ങളെയെല്ലാം പരിഹസിക്കുക. അതേപോലെ ഇപ്പോൾ ഈ പാലസ്റ്റൈൻ ഇഷ്യൂ, ഗസ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളായിട്ടാണ് നടത്തിയുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും ഗർഭിണികളൊക്കെ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകം ഒരു റിതമുണ്ട്. അതിലൊരു അങ്ങേറ്റം പരിഹാസ്യമായ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാമാന്യം മാനുഷികതയുള്ള ഒരാൾക്ക്, ഹ്യൂമാനിറ്റി ഉള്ള ഒരാൾക്ക് ആലോചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശബ്ദവിന്യാസത്തോടു കൂടിയാണ് ഇത്തരം സംഗതികളെ പരിഹസിക്കുക. ആ നിലക്ക് വെറുപ്പിങ്ങനെ നിരന്തരം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐഡിയ, പെർട്ടിക്കുലർ ഫാക്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല, ചുമ്മാ വെറുപ്പും പരിഹാസവും പ്രസരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ വീഡിയോസിലും ഉണ്ടാവും. ആ പ്രയോഗത്തെ തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള അതെന്തിനാണ് അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അത് കൺസ്യൂം ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്, അതിനൊരു പോപ്പുലേഷൻ ഉണ്ട്. അതിങ്ങനെ കേൾക്കുക, ആനന്ദിക്കുക, അതിൽ ഒരുതരം നിർവൃതി കൊള്ളുക. ഇദ്ദേഹം സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആ നിലയിലുള്ള മാനസിക ഘടനയിലുള്ള കുറച്ചധികം മനുഷ്യരുണ്ട്. അവരെല്ലാ വീഡിയോസും കാണും, അവരുടെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. ഫൈൻ, അവരെയാണ് ഇദ്ദേഹം എപ്പോഴും സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ എന്നിട്ടും BJPയും RSS ഇദ്ദേഹത്തെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നു, ഡിസോൺ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ, അത് കേരളത്തിൻ്റെ ഒരു ജനറൽ ഇതോസ്, അത് കേരളത്തിൻ്റെ ഒരു ജനറൽ പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. BJP എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കുറച്ച് വീഡിയോ ആളുകൾ ക്ലിക്ക് കിട്ടുന്ന പോലെയല്ലോ, രാഷ്ട്രീയ പാർട്ടിയാണ്, കേരളത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. കേരളത്തിൻ്റെ ഒരു ജനറൽ പെർസെപ്ഷൻ, ഒരു ജനറൽ പബ്ലിക് ഈ വക കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ TGയെ പിന്തുണച്ചാൽ അത് നമുക്ക് നഷ്ടമാകും എന്നുള്ളതുകൊണ്ടാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ TGയെ പിന്തുണച്ച് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാകും എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് BJP തള്ളിപ്പറയുന്നു, RSS തള്ളിപ്പറയുന്നു, അവധി ദിവസമായി പോയി എന്നൊരു പ്രശ്നം മാത്രമല്ല. ഇത് വിഷയം ജന്തർ മന്ദറാണല്ലോ. അതെ, അത് നാഷണൽ ലെവലിൽ കത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ജന്തർ മന്ദർ പ്രക്ഷോഭകാരികൾ ഇതിനും വഷളായിട്ട് അതല്ല, ഒരു RSS ഐഡിയോലോഗ് അവരെ വെടിവെച്ച് കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു ഒരു ക്യാമ്പയിൻ എങ്ങാനും മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ അതുണ്ടാകാം. പക്ഷെ വളരെ പെട്ടെന്നൊരു ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ മാരകമായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നമ്മുടെ പാർലമെൻറ്റിലുണ്ടായിട്ടുണ്ട്. ഓർമ്മയുണ്ട് 2020 രമേശ് ബിധുരി എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് അംഗം, അദ്ദേഹം എന്തൊക്കെയാണ് അപ്പുറത്തിരിക്കുന്ന ഡാനിഷ് അലി എന്ന് പറയുന്ന ഒരു BSP MP നോക്കിയിട്ട് തീവ്രവാദി, ആതങ്കവാദി,
ആതങ്കവാദി, മുല്ല, കടുവ, ബർവ എന്നൊക്കെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് ഈ ചങ്ങയെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയൂ എന്നൊക്കെ പറയും. ബി ജെ പിയുടെ ഒരു എം പി നമ്മുടെ പാർലമെൻറ്റിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ആതങ്കവാദി മുല്ല, ഉഗ്രവാദി, ബർവ, കടുവ എന്നൊക്കെ പ്രസംഗിച്ചിട്ട് ആ മനുഷ്യൻ ബി ജെ പി നേതാവായിട്ട് തന്നെ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നടപടി ആ വിഷയത്തിലുണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നോക്കൂ, അങ്ങനെ പാടില്ല നമ്മൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതവരൊരു രീതിയാണ്. പക്ഷേ കേരളത്തിൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ജനറൽ ഇഥോ ഉണ്ട്. അതിന് പറ്റിയ സംഗതികളല്ല ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോധ്യം RSSനും ബി ജെ പിക്കും ഉണ്ട്. അതുകൊണ്ട് അവർക്കത് ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരുന്നു, തള്ളിപ്പറയേണ്ടി വരുന്നു. അപ്പോൾ അവർ ശരിക്കും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ ഹേറ്റ് പറയുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ തന്നെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്. അതിന് നല്ല കൈയടി കിട്ടും, സബ്സ്ക്രിപ്ഷൻ ഒരു 100K ഒക്കെ കിട്ടും, എല്ലാറ്റിനും ഒരു 100K ഒക്കെ കിട്ടും. പക്ഷെ അതെന്ന് വെച്ചാൽ അത് സാച്ചുറേറ്റഡ് ആണ്. കേരളത്തിലെങ്കിലും അത് നിങ്ങൾ ഈ വെറുപ്പ് പറയുമ്പോൾ ആവേശം കൊള്ളുന്ന ആളുകളുണ്ടല്ലോ, അത് അവർ തന്നെയുള്ളൂ. അതിന് പുറത്തുള്ളൊരു വലിയൊരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ടെന്നും അവരിത് ഇഷ്ടപ്പെടുന്നില്ലെന്നും അവർ വെറുക്കുകയാണെന്നും ഈ പരിപാടി സാച്ചുറേറ്റഡ് ആണെന്നും കേരളത്തിലെ BJP സംഘ് പരിവാർ നേതൃത്വം മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് TG മോഹൻദാസിന്, അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്, കേരളത്തിൻ്റെ പബ്ലിക് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ വിദ്വേഷം പറഞ്ഞപ്പം ഈ സമൂഹത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനം അതിനെതിരെ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ തോതിൽ അത് സ്വീകരിക്കപ്പെടുന്നു, അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. TG മോഹൻദാസിൻ്റെ അറസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ. എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഈ സംഘ നേതാക്കന്മാരൊന്ന് ആലോചിക്കണം. നിങ്ങൾ നിരന്തരം ഈ നിങ്ങൾ വിഷം കൺസ്യൂം ചെയ്ത ആളുകൾക്ക് പിന്നെയും പിന്നെയും വിഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരിങ്ങനെ വിഷം ഭുജിച്ച് ചീർത്ത് വെറുക്കുക എന്നുള്ളതിലപ്പുറം സമൂഹത്തിൽ ഇതൊരു ഗുണവും ചെയ്യുന്നില്ല എന്ന് സംഘ നേതൃത്വം മനസ്സിലാക്കണം. UDFും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. നിങ്ങൾ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു ഇവൻ്റ് ഉണ്ടാവില്ല ഒരു പക്ഷേ. പ്രിയദർശിനി സംഭവങ്ങളൊക്കെയാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട എന്തുകൊണ്ടാണത്? കേരളം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം അജിംസ് പറഞ്ഞ പോലെ ഈ സർവ്വവിധം കുടിവെള്ളത്തിൽ വിഷം കലക്കണമെന്ന് പറഞ്ഞ ആകാശവാണി ഉദ്യോഗസ്ഥ അവർക്കെതിരെ നിരന്തരം പരാതി കൊടുത്തു. എന്നിട്ട് പോലൊരു നടപടി എടുക്കാൻ സന്നദ്ധമാകാതിരുന്ന സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. മനുഷ്യർ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ്, ആ ഒരു ആവേശമാണ് നൽകിയിരിക്കുന്നത്. ആ മൊമെൻ്റം തുടരുക, അതാണ് നിങ്ങൾക്ക് കിട്ടിയുള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത്.